ബ്യൂട്ടി പാർലറിലെത്തുന്ന യുവതികൾക്ക് ലഹരി സ്റ്റാമ്പ് വിൽപ്പന, ഉടമയായ 51കാരി അറസ്റ്റിൽ എന്നൊരു വലിയ തലക്കെട്ട് പത്രങ്ങളിൽ വന്നത് 2024 ഫെബ്രുവരി 28-നാണ്. ഇപ്പോഴും ആ പത്രങ്ങളിലെ ഓൺലൈൻ സൈറ്റുകളിൽ കിടപ്പുണ്ട്. പത്രങ്ങൾ മാത്രമല്ല, ഹതഭാഗിയായ ഒരു പാവം വീട്ടമ്മ, എക്സൈസ് ഉദ്യോഗസ്ഥർ നടുവിൽ നിൽക്കുന്ന വിഷ്വലുകൾ ചാനലുകളും വന്നതാണ് കാരണം. അങ്ങനെയായിരുന്നു എക്സൈസിന്റെ വാർത്താക്കുറിപ്പ്. അപ്പോഴത് അവിശ്വസിക്കേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ കേസിന്റെ കതിരും പതിരും തിരിയുമ്പോഴേക്കും ഷീല സണ്ണി എന്ന് ജീവിക്കാൻ പെടാപ്പാടുപെട്ട ഒരു വീട്ടമ്മ 72 ദിവസത്തെ ജയിൽവാസം പൂർത്തിയാക്കിയതാണ്. ഇന്ന് 2024 ഫെബ്രുവരി 6 ആകുമ്പോഴാണ്, വർഷമൊന്ന് തികയാനാകുമ്പോഴാണ് ആരാണ് എക്സൈസിനെ വഴിതെറ്റിക്കാൻ നോക്കിയത് എന്നതിൽ വ്യക്തത. തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇന്ന് തന്നെ വരുന്ന മറ്റൊരു കണക്കാണ്. ഇക്കഴിഞ്ഞ 2.5 വർഷത്തിനിടെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിൽ പോലീസുകാർക്കെതിരെ ഉയർന്ന പരാതികൾ 3738. അതിൽ ശിക്ഷിക്കപ്പെട്ടത് ഒരേ ഒരു കേസിൽ മാത്രമാണ്. നമുക്ക് ഓർമ്മയുണ്ട്, കൊല്ലം കിളികൊല്ലൂരിൽ ഒരു സൈനികൻ വിഷ്ണുവിനെയും സഹോദരൻ വിഘ്നേഷിനെയും ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും പരിക്കൊഴിവാകാത്ത വണ്ണം കൊലയ്ക്കു കൊടുക്കാനും മാത്രം ക്രൂരമർദ്ദനങ്ങൾ നടത്തി ജീവിതം മുടിഞ്ഞു പോകാൻ മട്ടിൽ കള്ളക്കേസ് തലക്കടിച്ചു കൊടുത്തത് അധികം മുൻപല്ല. ഓരോ ഫയലും ഓരോ ജീവിതം എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുമ്പോഴും ഇനിയും എത്ര നിരപരാധി ജീവനുകൾ തുലയണം കേരളത്തിൽ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.